ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദുരാജ്. ലഹരിക്കെതിരെ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത്. മൂന്നിയൂർ പഞ്ചായത്തിലെ 9, 10, 11, 12 വാർഡുകളുടെ ജാഗ്രതാ സമിതി യോഗം ഇർഷാദ് സുബിയാൻ മദ്രസ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NM സുഹറാബി ഉദ്ഘാടനം ചെയ്തു. തിരൂരങ്ങാടി പോലീസ് SI മാരായ KK ബിജു, അഷ്റഫ് എന്നിവരും സയ്യിദ് സലീം ഐദീദ് തങ്ങൾ, വൈസ് പ്രസിഡന്റ് അനീഫ അച്ചാട്ടിൽ, മെമ്പർമാരായ മണമൽ ഷംസുദ്ദീൻ, കല്ലൻ അഹമ്മദ് ഹുസൈൻ, സഹീറ കൈതകത്ത് എന്നിവരും CMK മൊയ്തീൻകുട്ടി, PV ബാവ, VP അഹമ്മദ് കുട്ടി, NM അൻവർ സാദത്ത് എന്നിവരും പ്രസംഗിച്ചു. VP മുഹമ്മദ് ബാവ നന്ദി പറഞ്ഞു. പല സ്ഥലത്തും കാണുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ജനകീയ സമിതികളൊക്കെ രൂപീകരിച്ച എല്ലാവരും സ്വയം അതിനെ പ്രതിരോധിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുമ്പോൾ പല ഇഷ്യൂസും ഉണ്ടാകുന്നുണ്ട്. അതിലെന്താ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അവര് ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, മൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വബോധമല്ല അവർ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഇതിന്റെ ലഹരിയിലാണ് അവരെപ്പോഴും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പൊതുജനങ്ങൾ അതിനെ ഇടപെടുമ്പോൾ അത് അവര് ആ രീതിയിലും ഉദ്യോഗസ്ഥരായ ഞങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഇവരെ കൈകാര്യം ചെയ്യാൻ. അപ്പൊ പൊതുജനങ്ങളെ അവരെ അതൊരു എന്താണ് നീ ചോദിക്കാൻ, നീ ആരാണ്, നിനക്കെന്താ ചോദിക്കാൻ അവകാശം, നീ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യൂസ് ഉണ്ടാകാനും അതൊരു ക്രൈമായിട്ട് മാറാനും പ്രശ്നങ്ങളാവാനും സാധ്യതയുണ്ട് പല സ്ഥലത്തും. എന്തായാലും നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കേണ്ട കടമ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഇതില് രാഷ്ട്രീയമെന്ന രാഷ്ട്രീയത്തിന് അധീനമായി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ഇങ്ങനത്തെ ഒരു വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അടുത്തുള്ള ഒരു കുട്ടി അവൻ്റെ സൈക്കിൾ വാഹനത്തിൽ ഒരു കെട്ട് പൊതി കണ്ടു. അവരുടെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ സൈക്കിളിൽ പഞ്ചറെടുക്കുന്ന പശ, അതാണ് പൊതിയിലുണ്ട്. പഞ്ചറെടുക്കുന്ന പശ പിന്നെ ഉപയോഗിച്ച് മണക്കലം പോകുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇന്നത്തെ ദിനപത്രത്തിൽ നമ്മൾ കണ്ടത്. ഇന്ത്യ മഹാസമുദ്രത്തിൽ ഏകദേശം 2500 കിലോഗ്രാം ഹാഷിഷും അതേപോലെ തന്നെ മറ്റ് സാധനങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. എവിടുന്നാണ് വരുന്നത്? ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന സാധനമാണ്. ഇതിന്റെ മാർക്കറ്റ് ബഹുരാഷ്ട്ര കുത്തകകള് ഇന്ത്യയെ പോലുള്ള വികസിത രാഷ്ട്രങ്ങളിലേക്കാണ് ഇതിന്റെ ഒഴുക്ക്. നമുക്ക് കഴിയണം. അപ്പൊ അങ്ങനെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ചികിത്സക്ക് നമുക്ക് വിധേയരാക്കാൻ കഴിയണം. അത് നമുക്ക് ഒറ്റക്കെട്ടായി നമ്മുടെ നാട്ടിൽ ലഹരി കച്ചവടക്കാരും ഉണ്ടാവരുത്, അതേപോലെ ലഹരി വിൽക്കുന്നവരും ഉണ്ടാവരുത്, ലഹരി ഉപയോഗിക്കുന്നവരും ഉണ്ടാവരുത്. ആ രൂപത്തിൽ നാം എല്ലാവരും കൂടി ഒത്തുചേർന്ന് പരിശ്രമിക്കാം. അതിനായിട്ട് പോലീസിന്റെ എന്തെല്ലാം സഹായമാണ്, തിരുവരങ്ങാടി പോലീസിന്റെ ഏത് സഹായത്തിനും നിങ്ങൾക്ക് വിളിക്കാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരിക്കൽ കൂടി എന്റെ മുമ്പ് സംസാരിച്ച SI പറഞ്ഞിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഞാൻ ഉറപ്പ് വന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ടർഫിന് പോലീസ് പെർമിറ്റ് കൊടുക്കില്ല. ടർഫിന് പോലീസ് അല്ല പെർമിറ്റ് കൊടുക്കുന്നത്. ടർഫിന്റെ പ്രവർത്തനം എത്ര മണി വരെയാണോ അത്ര മണി വരെ ഞങ്ങൾക്ക് ടർഫിലേക്ക് പോകുന്നവരെ തടയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? അതുപോലെ അവരുടെ കളി സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതല്ലേ. ഞങ്ങൾ ടർഫിലേക്ക് കളിക്കും. ഇപ്പം തൊട്ട് മുമ്പത്തെ ദിവസം TV-യിലൊക്കെ വാർത്തയുണ്ടായിരുന്ന വിഷയം. അഥവാ പോലീസ് കാസർഗോഡ് തോന്നുന്നു പോലീസ് ടർഫിലേക്ക് പോകുന്നവരെ പിടിച്ചു. അത് കണ്ണൂർ. അതെ. അപ്പൊ അത് സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൊണ്ടല്ല. ഈ ടർഫിന്റെ പെർമിറ്റ് എത്ര മണി വരെയാണോ ആ പെർമിറ്റിന് ശേഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ പിടിക്കാം. നിങ്ങളെ സംബന്ധിച്ചുള്ള യോദ്ധാവെന്ന് നോക്കേണ്ട തിരുവനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടോളൂ. അത് ചിലപ്പോൾ കറക്റ്റ് ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നമ്മുടെ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടോളൂ എല്ലാ സൗകര്യവും. അഥവാ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം.
നമുക്ക് ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നവനെ അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. കാരണം അവൻ സ്വയം അതിൽ വരണം. കാരണം ഈ അക്രമാസക്തനായ ഒരാൾ നേരെ പിടിച്ച് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടിടുമ്പോൾ അവന്റെ മുമ്പിൽ ആ കൊണ്ടുപോകുന്ന ശത്രു തന്നെയാണ്. ആ ശത്രുതയല്ലേ നമുക്ക് ആവശ്യം. അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. കടകളിൽ നല്ല ശക്തമായ പരിശോധന നടത്തുന്നുണ്ട്. തടയാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾ അവരോടൊന്നും പറയണ്ട. ആ കട എവിടെയാണ്, ലൊക്കേഷൻ ഒന്ന് ഞങ്ങൾക്ക് പിടിച്ചെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ പിടിച്ചോളാം. സിഗരറ്റ് അല്ലാതെ മറ്റുള്ള കുറെ സാധനങ്ങൾ, സിഗരറ്റ് അല്ല, ഈ പാല്, അത് ഈ ടിന്നിൽ ചർച്ചോഫീസ് അങ്ങനെയുള്ള പല സാധനങ്ങൾ അതിന് ശരിക്കും പെർമിറ്റ് ഉണ്ട്. അപ്പൊ ആ കടകൾ എന്തെങ്കിലും കുട്ടിക്കാൻ ഇത്തരം നമ്മളെ ഈ പഞ്ചായത്തിൽ എവിടെയൊക്കെ ഈ സാധനങ്ങളുണ്ടോ അത് പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാം. നമുക്ക് 1-2 പോലീസുകാരെ നമുക്ക് കൂട്ടിയിട്ട് പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം കൂടി ഇറങ്ങാം. കുറ്റപ്പെടുത്തുക, അവർക്ക് മറ്റുള്ള യാതൊരു സപ്പോർട്ടും നമ്മൾ നൽകാതിരിക്കുക. അപ്പൊ ആ ഒരു ബോധവൽക്കരണം നമ്മുടെ ഈ ഗ്രാമത്തില്, നമ്മുടെ പ്രദേശങ്ങളിലുള്ള നമ്മുടെ പള്ളി കമ്മിറ്റി, മഹല്ല് നിവാസികള്, അതുപോലെ തന്നെ അമ്പല കമ്മിറ്റി, അമ്പല നിവാസികള്, അതുപോലെ തന്നെ ചർച്ചിന്റെ ആളുകള്, ഇങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവര് ഇതിനുള്ള ഒരു മാർഗദർശനമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ദുർഭൂതത്തിനെ അടച്ചു മൂടാൻ കഴിയും. ഈ റൂമിന്റെ ഓണർഷിപ്പ് വരുമ്പോൾ ഇത് റൂം കൊടുക്കുന്ന ആളുകൾ വ്യക്തമായ ഒരു അഡ്രസ് ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു നിലപാടും സ്വീകരിക്കണം. ചില വീടിന്റെ മുന്നിലുള്ള ബിൽഡിങ്ങുകളിലൊക്കെ പോകുമ്പോൾ ഇതിന് വാസനിച്ചിട്ട് ആ പരിസരത്ത് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ചില പ്രദേശങ്ങളിൽ. അപ്പൊ അതിനൊക്കെ ഒരു തടയിടാൻ കഴിയണം. എന്നാലേ ഈ സാധനം ഒഴുക്കിന് കുറച്ച് കുറവുണ്ടാവും. പിന്നെ നമ്മൾ നോമ്പിന് ഹൈസ്കൂളിൽ വെച്ചൊരു ജാഥാ സമിതി പ്രാദേശികമായിട്ട് ഇവിടെ ചെറുപ്പക്കാർ വിളിച്ചു കൂടിയിരുന്നു. അതിന്റെ റിസൾട്ട് എന്നോട് നമുക്ക് ഈ കഴിഞ്ഞ സ്കൂളിലെ അവസാന വർഷ പരീക്ഷയിൽ പിന്നെ കാര്യമായിട്ട് പപ്പുകാരും പോലീസുകാരൊക്കെ ഇടപെട്ടത് കൊണ്ട് കൃത്യമായിട്ട് കുട്ടികളെ കൃത്യമായിട്ട് വിടുന്ന ഒരു ആഘോഷമില്ലാതെ പറഞ്ഞേക്കാൻ സാധിച്ചിട്ടുണ്ട്. പോലീസിനേക്കാൾ ഈ വിഷയത്തിൽ നമുക്കാണ് ഇതിൽ ഇടപെടാൻ കഴിയുക. അത് ആ കാര്യത്തിന് നമ്മളിപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പറ്റാത്ത, മറുപടി നിയമപരമായി ആർക്കും മറുപടി പറയാൻ പറ്റാത്ത വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങളിൽ വരും. ബസ് വരുമ്പോൾ അവരുടെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് ഇത്തരത്തിൽ നമ്മൾ സമൂഹത്തിൽ ഒപ്പം തന്നെ നമ്മളൊന്ന് ഇറങ്ങിയാൽ കുറേയൊക്കെ പരിഹാരം നമ്മൾ കാണാൻ കഴിയും. എന്നല്ലാതെ ഇതിനോട് ഇതിന്റെ ഉറവിടം കണ്ടെത്താത്ത രൂപത്തിൽ നമ്മൾ കുട്ടികളെയോ അല്ലെങ്കിൽ പോലീസിനെയോ പഞ്ചായത്തിനെയോ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ അനുഭവത്തോടെ ഈ യോഗം പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മൂന്നിയൂർ.